ആദ്യ നീ എന്താ ചോദിച്ചേ? എന്നാലും എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. അതെന്താ നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം? എന്റെ ദൈവം, ഇവന്റെ ഉള്ള കിളിയും കൂടി പറഞ്ഞു എന്നാ തോന്നണേ. നീ എന്തേ ആലോചിച്ച് കൂട്ടുന്നേ? ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? എന്താ നിനക്കറിയണ്ടേ? ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? എന്തോന്ന്? എന്റെ പൊന്നെ ഒന്നുമില്ല. അതേ, നമ്മ ട്രാക്ക് മാറിപ്പോന്നു. ഓ, അത് ഇപ്പോഴെങ്കിലും ഓർത്തല്ലോ. എന്തായാലും നീ വാ, നമുക്ക് അവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കിട്ട് വരാം. ശരി, എന്നാ വാ, നമുക്ക് പോവാം. ആ, എന്റെ കാല്. നീ കരയില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കാം. ഇവൻ ഇത്രക്ക് പോവായിരുന്നോ? ഇവളെന്താ ഇങ്ങനെ നോക്കുന്നേ? അതാ നോക്കിയേ. അല്ല, ഇവര് നമ്മളറിയാതെ ഇനി ലൈൻ വിളിക്കുന്നുണ്ടോ? ആർക്കറിയാം, പക്ഷെ എനിക്ക് അവര് തമ്മിൽ എന്തോ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അതെ, എന്തോ ചെയ്യുന്ന അറിയുന്നില്ലേ. അത് ചിലപ്പോ നീ കുളിക്കാത്ത കാരണമായിരിക്കും. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. എടി പൊട്ടി, ഞാൻ അവരുടെ കാര്യം പറഞ്ഞ. അങ്ങനെ പറ, മര്യാദക്ക് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവും. എന്താടാ നിനക്ക്? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളൂ, എന്താ ഇവിടെ നടക്കണേ? ഇവിടെ എന്ത് നടക്കാന്നാ പറയണേ? ചോദിക്കുന്നൊന്നും തോന്നരുത്. ഇനിയും വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടോ? ആ ബെസ്റ്റ്, ഞങ്ങൾ തമ്മില് നടന്നോ തന്നെ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നീ ഇതെങ്ങോട്ടാന്ന് വലിച്ചോണ? നിക്ക്, ഞാൻ വരാം. ചേട്ടാ, എന്താടി? സത്യം പറയടാ ചേട്ടാ, എന്തോ ഒരു ചുറ്റിക്കളി. എന്തു ചുറ്റിക്കളി? ഒന്ന് പോയിടി. ഒന്ന് പറയടാ, ഞാൻ നിന്നോട് എല്ലാം പറയാറില്ലേ, പിന്നെന്താ നിനക്ക് പറഞ്ഞാല്? ശരി, നീ എന്നോടൊന്നും പറയണ്ട. ഞാൻ ഇനി നിന്നോടൊന്നും ചോദിച്ചു വരില്ല. ശരി, ഞാൻ പറയാം. ശരിക്കും? എന്നാ വേഗം പറ. അതെനിക്ക് അവളെ ഇഷ്ടാ. ഇത് നീ അവളോട് പറഞ്ഞോ? ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. അതെന്താ നീ അവളോടൊന്നും പറയാത്തെ? എനിക്ക് മാത്രം ഇഷ്ടം തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അവൾക്ക് ആദ്യം എന്നെ ഇഷ്ടമാണോന്ന് അറിയട്ടെ. അല്ലാതെ പോയി ഞാൻ പ്രപ്പോസ് ചെയ്ത് അവളങ്ങനെ എന്നെ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തകരും. എനിക്കത് സഹിക്കാൻ പറ്റില്ല. നിനക്ക് അവൾ അത്രക്ക് ഇഷ്ടമാണോ? ആ, നിന്നെക്കാൾ ഇഷ്ടാ. പട്ടി ചേട്ടാ, നീ ആള് കൊള്ളാലോ. ഡീ, നീ പിണങ്ങിയോ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ, എനിക്ക് നീ കഴിഞ്ഞല്ലേ മറ്റാരും ഉള്ളൂ. ശരിക്കും? അതേന്ന്. എന്റെ ചേട്ടൻ മൊത്താണ്. ഇവോ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. ആ, നീ ചോദിക്ക്. നിനക്ക് അവൻ ഇഷ്ടല്ലേ? അല്ല. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞു സത്യം പറയണമെന്ന്. ഞാൻ സത്യം പറയണേ. അപ്പൊ പിന്നെ നീ എന്തിനാ ഇത് നിന്റെ ഡയറിയിൽ വെച്ചേക്കുന്നേ? അത് പിന്നെ വേണ്ട, നീ ഇനി ഒന്നും പറയണമെന്നില്ല. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ അനിയത്തി എന്നോട് ഒരിക്കലും കള്ളം പറയില്ല എന്ന്. അത് ഞാൻ. വേണ്ട, നീ ഒന്നും പറയണ്ട. അല്ലെങ്കിൽ ഇതൊക്കെ പറയാൻ ഞാൻ നിന്റെ ആരല്ലേ? അങ്ങനെയൊന്നും പറയല്ല, എനിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഓ, നിനക്ക് മാത്രമേ വിഷമം വരുള്ളൂ. സോറി, ഞാൻ നിന്നോടൊന്നും പറയാഞ്ഞത് പേടിച്ചിട്ടാ. എനിക്ക് വിയേറിന് ഇഷ്ടമാണ്. അയ്യേ, നീ എന്തിനാ പറയണ? ഞാൻ വെറുതെ നിന്നെ കളിപ്പിച്ചതാ. പട്ടി ചേട്ടാ, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. എനിക്ക് എല്ലാ കാര്യങ്ങളും നേരത്താനും അറിയായിരുന്നു. പക്ഷെ എനിക്കത് എന്റെ വായിന്ന് കേൾക്കണം. അതുകൊണ്ടാണ് നിന്നെ ഞാൻ പേടിപ്പിച്ചേ. നീ എങ്ങനെയല്ല അറിഞ്ഞേ? അതൊക്കെ നീ സമയമാകുമ്പോ അറിഞ്ഞോളൂ. ശരി, പക്ഷെ നീ വഴി ഇതാരും അറിയില്ല എന്ന് എനിക്ക് പ്രോമിസ് തരണം. പ്രോമിസ്, ഞാൻ വഴി ഇതാരും അറിയില്ല. ശരി. ചേട്ടാ, എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. നീ എന്റെ കൂടെ ഒന്ന് വരുമോ? എടാ, എനിക്ക് റിച്ചുവിന് ഒരിടം വരെ പോവാനുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. നീ എന്തായാലും ഒറ്റക്ക് പോകണ്ട. നീ ഒരു കാര്യം ചെയ്യ്, വിയാനെ കൂട്ടിപ്പോ. വിയാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ. എടാ പട്ടി ചേട്ടാ, നീ എനിക്കിട്ട് പണിയാണല്ലേ. എന്താടാ വിയാനെ, നീ അവളുടെ കൂടെ പോയില്ലേ? പോയിക്കോളാം. അത് വേണ്ട, അത് വിയാനൊരു ബുദ്ധിമുട്ടാവില്ലേ? എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എടി, എന്നാ ഞങ്ങള് വേഗം പോവാൻ നോക്കട്ടെ. ആടി, എന്നാ നിങ്ങൾ പൊക്കോ. ഇവ, നീ എന്നാ പോയി റെഡി ആയിട്ട് വാ. ഇവ, നീ ചെല്ല്, ഞാൻ വന്നേക്കാം. ശരി ചേട്ടാ. അല്ല, അവിടെ ചേട്ടാന്നല്ലേ വിളിച്ചത്? എന്തോ എവിടെയോ തകരാറ്. അതിപ്പോ എനിക്കാണോ അതോ അവക്കാണോ?
ഈ വീച്ചേട്ടൻ ഇത് എവിടെയാ? ഇവള് കൊള്ളാലോ, ഒന്ന് പോയി മുട്ടി നോക്കാം. എന്താ മോളെ, ചേട്ടൻ സഹായിക്കണോ? താനൊന്ന് പോയേ. അതെന്താ മോളെ, ചേട്ടൻ സഹായിക്കാന്നേ. താൻ മര്യാദ നോക്കും, അല്ലെങ്കിൽ എന്റെ കൈയുടെ ചൂടറിയും. എന്നാ എനിക്കതൊന്ന് കാണണമല്ലോ. എന്തോ എന്റെ കൈന്ന് വിട്. അത് പറ്റില്ലല്ലോ മോളെ. എന്റെ കൈന്ന് വിടാനാ പറഞ്ഞേ. സൗകര്യമില്ല, ഇനി എന്താന്ന് വെച്ചാ ചെയ്യും. നീ എന്നെ തല്ലിയല്ലേ, നിന്നെ ഞാൻ നീ ചെല്ലേ മാറി. നിനക്ക് എത്ര നേരം ഉണ്ടായിട്ടാടാ നീ എൻ്റെ മുന്നിൽ തൊട്ട്? അയ്യോ, നീ ഒന്നും ചെയ്യില്ല, എനിക്ക് പോടാ. നമ്മളിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ട്, പക്ഷെ ഞാനത് പറഞ്ഞ നീ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. നീ പറഞ്ഞോ? ഞാനിത് പറയണമെന്ന് കുറേ ആയി വിചാരിക്കുന്നു. അത് പിന്നെ എനിക്ക് അവരുടെ കാര്യമാണോ പറയാൻ വരുന്നത്? അതല്ല അപ്പൊ പിന്നെ എന്താ? റിച്ചു, എടി നേഹി, നമ്മൾ എത്ര നാളായി കണ്ടിട്ട്. അതെ, അതൊക്കെ പോട്ടെ, നിനക്ക് സുഖമാണോ? സുഖം. അല്ല, ഇതാരാ റിച്ചു? ഞാൻ പരിചയപ്പെടുത്താൻ പറഞ്ഞു. ഇത് റയാൻ, എൻ്റെ കസിന്. മീറ്റ് യു റയാൻ. പിന്നെ റിച്ചു, നിന്റെ ആളെന്ത് പറയുന്നു? അപ്പൊ റിച്ചുവിന് വേറൊരു ഇഷ്ടമുണ്ടോ? എന്ത് പറയാൻ, പഴയ പോലെയൊക്കെ തന്നെ. ഞാൻ പോവാണ്. ആടി, ഞങ്ങളും പോവാം. നമുക്കൊന്ന് പോയാലോ റയാനെ? റയാൻ എന്താ നേരത്തെ പറയാൻ വന്നേ? അതൊന്നുമില്ല. ആടാ, പറ. ഒന്ന് പോടാ. ശരി, എന്നാ നാളെ കാണാം. എവിടെയാ വരണ്ടേന്ന് നീ നൈറ്റ് വിളിക്കുമ്പോ പറഞ്ഞാ മതി. അല്ല, എന്താ പറ്റ, ഞാൻ അവളോട് എല്ലാം നേരത്തെ പറഞ്ഞായിരുന്നു. എനിക്ക് അവളെ നഷ്ടപ്പെട്ടില്ലായിരുന്നു. നീ ഒറ്റക്കാണോ വന്നേ? അല്ലടി, ചേട്ടനുണ്ടോ കൂടെ? എന്നിട്ട് ഞാൻ ചേട്ടനെവിടെ? ഇപ്പൊ വരാം. കാറ് വർക്ക് ചെയ്യാൻ പോയതാ. വന്നേ, ഒന്ന് മാറി അവളങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊല്ലും. നീ പേടിക്കണ്ട, അവളെ നിന്നൊന്നും ചെയ്യില്ല. ജാനറ്റ് അവിടെ? അവളെന്റെ റൂമിലാണ്. ഞാനിപ്പോ വിളിച്ചിട്ട് വരാം. എന്റെ കൈ എന്തെങ്കിലും പറ്റിയോ? ഈ കുതിരക്ക് വംശനാശം സംഭവിച്ചോളൂ. എവിടെ നോക്കിയാ നടക്കുന്നത്? വംശനാശമല്ലല്ലോ, പരിണാമല്ലേ. പണ്ടാരെങ്കിലാവട്ടെ, നിനക്കെന്നാട് കണ്ണു കാണില്ലേ? കണ്ണ് കാണാത്ത നിന്നെ മറ്റോക്ക്. ഈ കുതിര നിർത്തിക്കോ. ഈ പോടാ കണ്ടം പൂച്ചേ. ഒന്ന് നിർത്തോ രണ്ടു? എന്തോ ആടെ, നിർത്താറായില്ലേ? കണ്ട അന്ന് മുതൽ തുടങ്ങിയതാണല്ലോ. ജോണെ, നിങ്ങളെന്നാ പോവാ. ശരിടാ, നമുക്ക് നാളെ കാണാം. നീ കരയുവാണോ? ഞാൻ കരയൊന്നുമില്ല. സത്യം പറയടാ, എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? അതൊന്നുമില്ല, എനിക്ക് നല്ല തലവേദന. ശരി, നീ റെസ്റ്റ് എടുക്ക്. ഹലോ, ഇതാരാ? നീ പേടിക്കണ്ട, ഞാനിപ്പോൾ വരാം.